ഹലോ മൈ ഡിയേഴ്സ്, നമുക്കിന്ന് 11/11 മാനിഫെസ്റ്റേഷൻ റീഡിംഗ് നോക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണോ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങളുമായിട്ട് ഈ സമയം കണക്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കറിയാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം എന്താണോ ആ ഒരു കാര്യം വിചാരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പ്രോസ്പെരിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് സാമ്പത്തിക അഭിവൃദ്ധിയാണ്. ഒരു അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മാറാനായിട്ട് പോകുന്നതായി തന്നെ കാണാം. ചിലർ കുറച്ചുകൂടി ഉയർന്ന ഒരു ഉദ്യോഗമൊക്കെ ആയിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു കരിയർ. ചിലരെ സംബന്ധിച്ച് അവർ സ്വന്തമായിട്ടുള്ള ഒരു വീടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട് പണിയൊക്കെ സ്ട്രഗ്നസിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനായിരിക്കാം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇത് കണക്റ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ ചിലർ അവരുടെ റിലേഷൻഷിപ്സിൽ പാർട്ട്ണറുടെയും കൂടി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇക്കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് നോക്കുക. തീർച്ചയായിട്ടും ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന ദിവസം 11 നമ്പേഴ്സ് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഡബിൾ കൺഫർമേഷൻ കൂടിയാണത്. അപ്പോൾ സന്തോഷവും സമാധാനം നിറഞ്ഞ നാളുകളാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളിലേക്ക് റിസീവ് ചെയ്യുക. ഏഞ്ചൽ നമ്പർ 1111 കമൻറ്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.